അദ്ദേഹം തന്നെ പറയുന്നു, ഈ കുട്ടികൾ ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗതാഗത തടസ്സമുണ്ടാക്കി വളരെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശം അദ്ദേഹം ഉണ്ടായി. എന്നാൽ പിന്നെ ആ വീഡിയോ എൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. ആ വീഡിയോ പുറത്തുവിട്ടെ. ദുഷിച്ച ചിന്താഗതിയുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ അതിനെ കണക്ട് ചെയ്ത് എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഏറെ പിടിച്ച് ഈ വർത്തമാനം പറഞ്ഞു പോകാം. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒന്നുമില്ലല്ലോ. ഈ നാടിനെ കുറിച്ച് ഡാമേജ് എഴുതിവിടുന്ന സോഷ്യൽ മീഡിയയിൽ എഴുതിവിടുന്ന ആളുകളുടെയൊക്കെ പേഴ്സണലായിട്ട് അവരുടെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കും. ഇവർക്കെല്ലാം ഒറ്റ ബാക്ക്ഗ്രൗണ്ടാണ്. ഒരേ ബാക്ക്ഗ്രൗണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ പരാതിയായിട്ട് വന്ന ആള് തന്നെ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് മുമ്പിൽ വെച്ച് അദ്ദേഹം പറയുന്ന ഈരാറ്റുപേട്ട പോലീസ് പോലും നീതി കാണിച്ചിരുന്ന ഇത് നമ്മളിങ്ങനെ ഓരോ വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ ഈ വർഗീയ ചീട്ടെടുത്ത് വെച്ചിട്ട് ഓരോരുത്തർ എന്താ പറയുക, രാഷ്ട്രീയ ലാഭം മാത്രമല്ല അതിനകത്ത് ഇതൊക്കെ ഉള്ളിൽ ചില ആളുകളുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന വിഷമാണത്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഇപ്പോൾ ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ട ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ എല്ലാം തന്നെ ഒരു സവിശേഷ വാർത്ത അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒരു പുൽനാമ്പ് മുതൽ മഹാവിസ്ഫോടനം വരെ മതവുമായി കൂട്ടിച്ചേർക്കാനും മതത്തിൻ്റെ പേരിൽ ലാഭമുണ്ടാക്കാനും ശ്രമിക്കുന്നവരുടെ ഇടയിലേക്ക് ഒരു ആക്സിഡൻറ്റ് വന്നു ചേർന്നിരിക്കുകയാണ്. എന്താണതിൻ്റെ നിജസ്ഥിതി എന്ന് നമുക്ക് പരിശോധിക്കാം. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ VP നാസറാണ് നമ്മളോടൊപ്പമുള്ളത്. ഈ വിഷയത്തെപ്പറ്റി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. സർ, ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയേക്കാൾ സോഷ്യൽ മീഡിയയിൽ തുറന്നാൽ ഏറ്റവും അധികം കാണുന്നത് ഈരാറ്റുപേട്ടയിലെ ഒരു അപകടത്തെ തുടർന്നുണ്ടായ വർത്തമാനങ്ങളാണ്. ഈരാറ്റുപേട്ട വാർത്തയിൽ ഇങ്ങനെ നിറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റി വാർത്തയിൽ നിറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നണം. പക്ഷേ ഇത് നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഈരാറ്റുപേട്ടയെ മിനി പാകിസ്ഥാൻ എന്നും കേരളത്തിലെ കറാച്ചി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരെ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത ആർക്കും മറഞ്ഞിരുന്ന് എന്തും വിളിച്ചു പറയാം എന്നൊരിടമാണ്. ഇത്തരമൊരു പ്രചരണങ്ങളെ നഗരസഭ എങ്ങനെ കാണുന്നു ഒന്ന്. രണ്ടാമത്തത്, ശരിക്കും ഇത്തരം വിഷയങ്ങൾ ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇതാണ് പ്രാഥമികമായി ചോദിക്കാനുള്ളത്. സർവ്വസാധാരണമായി എല്ലായിടത്തും നടക്കുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലുണ്ടായത്. ഒരു സാധാരണ ആക്സിഡൻറ്റ്. അതിലാകെ എടുത്തു പറയേണ്ടത് ആ ബൈക്ക് ഓടിച്ചിരുന്ന കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത മൈനർ ആയിരുന്നു എന്നുള്ളതാണ്. മൈനർ ഒഫൻസാണ്. അവർ പൊതുനിരത്തിൽ വാഹനം, നമ്മളെല്ലായിടത്തും പറഞ്ഞു അതൊരു തെറ്റാണ്, ആ പ്രവണത ശരിയല്ല. പക്ഷേ മൈനർ വണ്ടി ഓടിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല, പലയിടത്തും ഓടിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ നമ്മളൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനെതിരെ ശക്തമായ എന്താ പറയുക, ഒരു ബോധവൽക്കരണമൊക്കെ നമ്മൾ ഇന്നല്ല, ഈ ഒരു സംഭവം വാർത്ത വന്നതിന് ശേഷം അതിന് മുമ്പേ നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ ട്രാഫിക് വയലേഷൻ കാണിക്കാതെ വൃത്തിയായ കാര്യം ചെയ്യാൻ നമ്മുടെ മക്കളോടും വിദ്യാർത്ഥികളോടും പിള്ളേരോടെല്ലാം നമ്മൾ യുവാക്കളും നിരന്തരം പറഞ്ഞു പോകുന്നതായിരിക്കാം. ഈ സംഭവം എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്ന് തീക്കോയ ഭാഗത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ആരോപണ വിധേയനായ വാഹനം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഓടിച്ചുകൊണ്ട് പോയ വാഹനം, അതിന് മുന്നേ നിന്ന് ഈ ബൈക്കിൽ വണ്ടി പോയി പിള്ളേർ അവരൊരു പോക്കറ്റ് റോഡ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആ പോക്കറ്റ് റോഡിലേക്ക് വെട്ടിച്ച് മാറി വലത്തേക്ക് തിരിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ തൊട്ടു പുറകെ ഈ സ്ത്രീ ഓടിച്ചു വന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ ബാക്കിൽ വന്ന വാഹനം ഇവരുടെ വാഹനത്തിൽ വന്ന് ഇടിച്ച് ആ വാഹനത്തിന് ഡാമേജ് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം. അത് കൃത്യമായിട്ട് ഞാൻ പറയും, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തുന്നത് പോലീസാണ്. ഇവിടെയൊക്കെ എല്ലായിടത്തും CC ക്യാമറ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അദ്ദേഹം തന്നെ പറയുന്നു, ഈ കുട്ടികൾ ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗതാഗത തടസ്സമുണ്ടാക്കി വളരെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശം അദ്ദേഹം ഉണ്ടായി. എന്നാൽ പിന്നെ ആ വീഡിയോ എൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. ആ വീഡിയോ പുറത്തുവിട്ടെ. ഈ കുട്ടികൾ മുന്നേ പോയി സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴത്തേനും പുറകിൽ വന്ന വാഹനം ഇടിപ്പിച്ചു. പോലീസിൻ്റെ അടുത്ത് പരാതി വന്നു. പോലീസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാധാരണ നമുക്കറിയാം ഈ വാഹനം കൂട്ടിമുട്ടുന്ന കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇരു കക്ഷികളെയും കൂട്ടിയിരുത്തി നിങ്ങൾക്കൊരു ഔട്ട് ഓഫ് സ്റ്റേഷൻ സെറ്റിൽമെൻറ്റ് എന്ന നിലയിൽ തീർക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ആ രീതിയിലുള്ള സംസാരം അവിടെ നടന്നു. തീർന്നില്ല. പരാതിക്കാരൻ ആ പരാതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ കേസെടുക്കുകയും ആ ബൈക്ക് സ്കൂട്ടർ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കേസ് നിയമപരമായി ആ വഴിക്ക് പോകുന്നു. ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞത് അവിടെ എന്തിനാണ് ഈ വർഗീയ ചൊവ്വയുള്ള വിദ്വേഷം പറഞ്ഞുകൊണ്ടുള്ള പരാമർശം എന്തിനു നടത്തുന്നു? അത് എത്രയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല. കേരളത്തിൽ എവിടെയെല്ലാം ഈ സംഭവങ്ങൾ
അരങ്ങേറുന്നു. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ ഇപ്പം ചോദിച്ചല്ലോ, നഗരസഭാ ചെയർമാൻ എന്നതിൽ ആധികാരികമായി എന്താണ് പറയാനുള്ളത്? ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലവും പോലെ നഗരസഭയും പഞ്ചായത്തും പോലെ പ്രാദേശിക ഭരണകൂടം ഈരാറ്റുപേട്ട. ഇവിടെ എല്ലായിടത്തും ഉള്ളതുപോലുള്ള സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ആ സർക്കാർ ഓഫീസുകളിലെല്ലാം ഇവിടെ പിന്നെ ഒരു സമുദായം നോക്കി ജോലി ചെയ്യുന്ന ആൾക്കാരല്ല, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒന്നുമില്ലല്ലോ. ഇവിടെയുള്ള ഗവൺമെന്റ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലായിടത്തും നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ ഈ കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ വന്ന് താമസിച്ച്, ഇവിടെ എത്രയോ ഹോസ്റ്റലുകളിലും താമസിച്ച് ഇവിടെ സ്റ്റേ ചെയ്ത് വർഷങ്ങളായി ജോലി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഈരാറ്റുപേട്ട ഒരു ബിസിനസ് കേന്ദ്രമാണ്, ഒരു ബിസിനസ് ഹബ്ബാണ്. ചെറുപ്പം മുതലേ കുട്ടികൾ ബിസിനസ്സിനോട് താല്പര്യമുള്ള ആൾക്കാർ. ഇവിടെ പിന്നെ 100 കണക്കിന് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഈ ബിസിനസ് സ്ഥാപനങ്ങളിൽ പകുതിയോളം പിന്നെ എന്ന് വെച്ചാൽ എല്ലാ മുസ്ലിംസ് അല്ലാത്ത പിന്നെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ നടത്തുന്ന കച്ചവട സ്ഥാപനങ്ങളാണ്. ഒരു സമുദായം മാത്രമല്ല ഇവിടെ ബിസിനസ് ചെയ്യുന്നത്, എല്ലാവരും ഉണ്ട്. താമസം ഇവിടെ ഈരാറ്റുപേട്ട നഗരസഭയ്ക്കുള്ളിലെ താമസക്കാർ കൂടുതലും ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്നേ ഉള്ളൂ. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാമല്ലോ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന മുൻ എം എൽ എ അദ്ദേഹം തൊടുത്തുവിട്ട ഒരു വിദ്വേഷത്തിൻ്റെ വാക്കുകളിലെ ചുവട് പിടിച്ചുകൊണ്ട് അത്തരം ദുഷിച്ച ചിന്താഗതിയുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ അതിനെ കണക്ട് ചെയ്ത് എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഏറെ പിടിച്ച് ഈ വർത്തമാനം പറഞ്ഞു പോവുക. അതാണ് സത്യം. ശരിക്കും റൂട്ട് കോസ് അവിടെ നിന്നാണ്. അതാണ് സ്റ്റാർട്ടിങ്. ഈ പുതിയ വിലയിരുത്തലുകളുടെ എല്ലാം കാരണം അതാണ്. പുതിയൊരു മുഖമുണ്ട് ഈരാറ്റുപേട്ടയ്ക്ക്. ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. കേരളത്തിൽ ക്രിമിനൽ ഒഫൻസുകൾ ഏറ്റവും കുറവുള്ള ഒരു കോടതിയാണ് ഈരാറ്റുപേട്ട കോടതി. കോടതി ഞാൻ 20 വർഷമാണ് ഈരാറ്റുപേട്ട കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. അതായത് മുൻസിഫ് കം മജിസ്ട്രേറ്റ്, മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ 4 കോടതിയുള്ളൂ. അതിലൊന്നാണ് ഈരാറ്റുപേട്ട. അതായത് മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും സ്പ്ലിറ്റ് ചെയ്താൽ എല്ലാ ദിവസവും കേസ് നടത്താനുള്ള കോടതി കേസ് പോലുമില്ല. അങ്ങനെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞൊരു നാടാണ്. അത് മനഃപൂർവ്വം വികൃതി കാണിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ നിലയിലുള്ളൊരു വർത്തമാനം പറഞ്ഞു പോകുന്നല്ലാതെ ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ നേരത്തെ മുൻ MLA പോലും നടത്തിയ പരാമർശങ്ങൾ ഇവിടെ ജനം അതിനെല്ലാം അവഗണിച്ച് തള്ളിയില്ലേ? തീർച്ചയായും. ഇല്ല, ഇതിന് തുടക്കമായത് ഒരൊറ്റ വാചകമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ആക്സിഡൻ്റ് ഉണ്ടായ വണ്ടിയിലെ ഡ്രൈവറായ സ്ത്രീയുടെ ഹസ്ബൻഡ് നടത്തിയ ഒരു വാചകമുണ്ടായിരുന്നു. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈരാറ്റുപേട്ട മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ ക്വയറ്റ് നാച്ചുറലി അവിടെ കൂടിക്കൂടുന്നവർ ഭൂരിഭാഗം മുസ്ലിങ്ങളായിരിക്കും. ഒരു ഹിന്ദു മെജോറിറ്റി ആകുമ്പോൾ അവിടെ ഹിന്ദുക്കളായിരിക്കും, ക്രിസ്ത്യൻ മെജോറിറ്റി അവിടെ ക്രിസ്ത്യാനികളായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചപ്പോൾ ആ ഒരു പോപ്പുലേഷനെ, ആ മെജോറിറ്റി ഓഫ് പോപ്പുലേഷനെ മാത്രം ഒന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതൊരു സംഘടിത അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ നിയമം ബാധകമല്ലെന്നാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എഴുതി വിടുന്നത്. ഈരാറ്റുപേട്ടയിൽ ഹെൽമെറ്റ് ആവശ്യമില്ല, ഇന്ത്യയിലെ യാതൊരു നിയമവും ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തരത്തിലേക്ക് ഇതിൻ്റെ റീഡിങ് പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഒരു മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനും, മറ്റൊന്ന് ഇന്ത്യയിലെ വിദേശത്തേക്ക് പോയിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൽ ഭൂരിഭാഗം പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈരാറ്റുപേട്ടയിൽ നിന്നാണ് എന്നൊക്കെ റീഡിങ്സ് ഉണ്ട്. അറിഞ്ഞാണല്ലോ. ഇത്തരം റീഡിങ്സിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? കാരണം ഈ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് തെളിവ് ആവശ്യമില്ല, ഫാക്ട് ചെക്കിങ് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. തൊട്ട് മുമ്പിൽ എൻ്റെ ആശയങ്ങളോട് താല്പര്യമുള്ളവൻ എന്തെഴുതി വിടുന്നോ അതിനെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ, അല്ലേ? അത് ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അവിടെ തന്നെ ഒരു വളരെ വ്യക്തമായൊരു റീഡിങ് ഞാൻ ശ്രദ്ധിച്ചത്, മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, ഈരാറ്റുപേട്ട മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. പക്ഷെ മലപ്പുറത്തെ മുസ്ലിം അല്ല, ഈരാറ്റുപേട്ടയിലെ മുസ്ലിം എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ ഈ പറയുന്ന ഒരു ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ ക്യാപിറ്റലായിട്ട് ഇതിനെ മാറ്റാനുള്ള ഒരു ശ്രമം ചില ഹാൻഡിലുകൾ വ്യക്തമായി ചെയ്യുന്നുണ്ട്. ഒരു സാരമായ ആക്സിഡൻ്റ് ആയിരുന്നു, പക്ഷെ അതിൻ്റെ മുഖം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഹെൽമെറ്റ് ധരിക്കാത്ത ആളുകൾ ഏറ്റവും കൂടുതൽ ഈരാറ്റുപേട്ടയാണ്. ട്രാഫിക് വയലേഷൻ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, എല്ലായിടത്തും വളരെ മൈന്യൂട്ടായിട്ടുള്ള എല്ലായിടത്തും ഉണ്ട്. വളരെ മൈന്യൂട്ടായിട്ട് ചില ആളുകൾ, ചില ചെറുപ്പക്കാർ, പിള്ളേർ വികൃതിയുടെ ഭാഗമായി ബൈക്കിൽ 3 പേര് കിടക്കുന്നു. ഈരാറ്റുപേട്ട മാത്രമാണോ സംഭവിക്കുന്നത്? ഒരിക്കലും എവിടെയല്ല. ഞാൻ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും നിങ്ങൾ ക്രൈം റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്കും.
എവിടെയെല്ലാം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഈ കുട്ടികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അല്ലേ? മൈനർ വണ്ടി ഓടിച്ച കേസിനകത്ത് ജുവനൈൽ കോടതിയിൽ ട്രയൽ ഫേസ് ചെയ്യുന്ന എത്രയോ കേസുകളുണ്ട് ഈരാറ്റുപേട്ട മാത്രമാണ്. ഇത് നമ്മൾ നേരത്തെ ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു ഭാഗം അത് മാത്രമാണ്, വേറൊന്നുമില്ല. ഇവിടെ നമ്മൾ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചവരെ എല്ലാവരും ഒരുമിച്ച് സാഹോദര്യത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന നിലയിൽ ഇവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആക്സിഡന്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആ ഉണ്ടാകുമ്പോഴത്തേക്കും സ്വഭാവം ഓടിക്കൂടുന്ന ആളുകൾ എന്തായി അത് ജാതി മതം നോക്കിയല്ലോ. അത് ഈ ഹൈന്ദവർ താമസിക്കുന്ന ക്രൈസ്തവർ താമസിക്കുന്ന മേഖലയിൽ ഒരു സംഭവം ഉണ്ടായി അവിടെ ആ പ്രദേശത്തുള്ള ആൾക്കാരല്ലേ വന്നു. അപ്പൊ അതൊക്കെ പിന്നെ നിങ്ങൾ പറയുന്ന മറ്റ് കേസുകളെ സംബന്ധിച്ച് അതെല്ലാം അത് അതിൻ്റെതായ രീതിയിൽ ഭരണകൂട സംവിധാനങ്ങൾ കൃത്യമായി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈരാറ്റുപേട്ട നല്ല കമ്മ്യൂണൽ ഹാർമണിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ഞാൻ ചോദിക്കട്ടെ, വർഷങ്ങളായി ഈരാറ്റുപേട്ടയിൽ ജീവിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകളൊന്നും ഈരാറ്റുപേട്ടയെക്കുറിച്ച് യാതൊരു അനുഭവം ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അല്ല. ഇവിടെ താമസിക്കുന്ന എത്രയോ വിവിധ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവരോട് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ പോയി മീഡിയ പേഴ്സൺ എന്ന നിലയിൽ നിങ്ങൾ സംസാരിച്ച് നോക്കും. ഇവിടെ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ നാട്ടിൽ വന്ന് ജോലി ചെയ്തതിൻ്റെ പേരിലോ ഇവിടെ ജീവിക്കുന്നതിൻ്റെ പേരിലോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ആ തരത്തിൽ ഒരു റീമാർക്കും ഇവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന കേരളത്തിലെ പല ജില്ലയിൽപ്പെട്ട ആൾക്കാരുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു അടുത്ത ബന്ധു ഈരാറ്റുപേട്ടയിലെ ഒരു അറിയപ്പെടുന്ന സമ്പന്നനായ ഒരു ബിസിനസ്സുകാരനാണ്. 50 വയസ്സ് താഴെ ചെറുപ്പക്കാരനാണ്. വെയിറ്റ് ഷെഡിൽ മാറി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഓടിച്ചു വന്ന വാഹനം ഇടിച്ചിട്ട് തൽക്ഷണം അദ്ദേഹം മരിച്ചു. ഈ സമൂഹത്തിന് നാട്ടിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ വാഹനാപകടം ഉണ്ടായത് മദ്യപിച്ച് അമിത ലഹരിയിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ വാഹനം ഓടിച്ചുണ്ടായ അദ്ദേഹത്തിന് നെഗ്ലിജൻസ് കൊണ്ട് മാത്രം സംഭവിച്ച. അദ്ദേഹം താമസിക്കുന്ന ഈരാറ്റുപേട്ടയ്ക്ക് തൊട്ടപ്പുറത്തുള്ള വേറൊരു പഞ്ചായത്തിലാണ്. അങ്ങനെ അവിടെ സമുദായം നോക്കിയോ? ആ വാഹനം ഓടിച്ച ആളുടെ വീട്ടിൽ പോയി അവരെ കയ്യേറ്റം ചെയ്യുകയോ ഈ വാഹനം ഓടിച്ച പ്രതിയെ ഏതെങ്കിലും തരത്തിൽ മെൻ്റലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ഹരാസ് ചെയ്യുകയോ അത് ആക്രമിക്കുകയോ ചെയ്തോ? ഇല്ല. നിയമപരമായ കാര്യത്തിലേക്ക് പോയി അത് കേസ് വന്നു. അയാൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്ത് ഇപ്പം ട്രയൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എന്തെങ്കിലും ഈ റീസെൻ്റ്ലി നടന്ന സംഭവങ്ങളാണ്. ഈരാറ്റുപേട്ടയിലെ എത്രയോ സംഭവങ്ങൾ അങ്ങനെ നാട്ടിൽ എല്ലാം നടക്കുന്നു. അതിനെ ഒറ്റപ്പെടുത്തി ഇതിനെ ഒരു എന്താ പറയുക ടാർഗറ്റ് ചെയ്തുള്ളൊരു വർക്കെന്ന നമ്മൾ കാണുന്നു. ഈ മതം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ മതവികാരം എന്ന് വിളിക്കുന്ന ഒരു സംഭവത്തെ ഒന്ന് മാർക്കറ്റ് ചെയ്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈരാറ്റുപേട്ടയെക്കുറിച്ച് അവർ ജീവിതത്തിൽ ആദ്യമേ കേൾക്കുന്നവർ പോലും എസ്സേസ് എഴുതും. അവർക്കതാണ് വേണ്ടത്. കാരണം ഏതെങ്കിലും ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. എന്തിനാണ്? തങ്ങളുടെ ആശയത്തിന് അവിടെ കൂടി വ്യാപിപ്പിക്കാനും കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും. ഈ സോഷ്യൽ മീഡിയയിൽ പരാതിയായിട്ട് വന്ന ആൾ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ച് മുമ്പിൽ വെച്ച് അദ്ദേഹം പറയുന്ന ഈരാറ്റുപേട്ട പോലീസ് പോലും നീതി കാണിച്ചിരുന്ന ഈരാറ്റുപേട്ട CIയും ഈരാറ്റുപേട്ട SIയും ഈ വളരെ അടുത്ത നാളിൽ ഇവിടെ ചാർജ് എടുത്ത ഉദ്യോഗസ്ഥരാണ്. അവർ വർഷങ്ങളായിട്ട് ഈരാറ്റുപേട്ട ജീവിക്കുന്ന ഈരാറ്റുപേട്ടയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സമുദായത്തിൽപ്പെട്ട ആളൊന്നും അല്ല അവർ. ആണോ? അല്ലല്ലോ. പോലീസിന് ഈരാറ്റുപേട്ടയിൽ ആക്ഷൻ എടുക്കാൻ പേടിയാണെന്നാണ് ചിലർ എഴുതി വിടുന്നത്. അങ്ങനെയും കൂടിയുണ്ട്. അതാ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ഈരാറ്റുപേട്ട വേറൊരു ലോകമാണ് അല്ല അങ്ങനെ എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈരാറ്റുപേട്ട പോലീസിന്റെ തൊട്ട് മേലെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, മേലധികാരിയാണല്ലോ DYSP. അതിന്റെ മേലെ SP ഉണ്ടല്ലോ അല്ലേ? സംസ്ഥാന തലത്തിൽ പോലീസ് മേധാവി ഉണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്തെങ്കിലും പോലീസുകാരനെ സംബന്ധിച്ച് അത്തരത്തിലൊരു പരാതി മേലധികാരി കൊടുത്തിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ടോ? DYSPക്ക് പോയിട്ടില്ലോ. ഇതൊക്കെ പറഞ്ഞ് പടച്ചു വിടുന്നതല്ലാതെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവാദി ചോദിച്ചു. സ്വാഭാവികമായിട്ടും കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചെറുപ്പക്കാരും പിള്ളേരൊക്കെ ഇച്ചിരി കൂടുതലുള്ള പ്രദേശം എന്നല്ല ഇച്ചിരി ജനസാന്ദ്രത കൂടിയ പ്രദേശമായത്. കാരണം ഈ ഒരു 6-7 കിലോമീറ്റർ ചുറ്റളവിൽ 10,000-40,000 ആളുകൾ താമസിക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും ജനങ്ങൾ ഇച്ചിരി എന്താ പറയുക ഒരു തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇറങ്ങി എന്തെങ്കിലും അവിവേകം കാണിക്കുന്നു. സമാനമായ കുറേ സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്നതിൻ്റെ പേരിൽ യാഥാർത്ഥ്യം എന്താണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയും ഫാക്റ്റ് ഇതാണ്. അവിടെ വന്നുകൂടി ആ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന തൊപ്പിയും താടിയെയും വെച്ചവരെ അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ. അതായത് ഈ പയ്യൻ വാഹനം ഓടിച്ച പയ്യന്റെ ബന്ധുവാണ് അവിടെ വന്ന് കയറുന്നത്, ഇടപെടുന്നത്. ആ ഇടപെടുന്ന ആള് പയ്യൻ ബന്ധുവായിട്ട് വന്ന് ഇടപെട്ടതാണ്. അല്ലാതെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പരാതിയായിട്ട് വന്ന ആളെ ആക്രമിക്കാനൊന്നും അവിടെ പോയില്ല. തർക്കം ഉണ്ടായി, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന തർക്കമായി. നമ്മൾ എവിടെയെല്ലാം കാണുന്നു, കേരളത്തിലെ പലയിടത്തും ഇതുപോലെ അപകടം ഉണ്ടാകും. ലോകം മുഴുവൻ നടക്കുന്നതല്ലേ ആക്സിഡന്റുകൾ. ഈ ആക്സിഡന്റ് നേരിട്ട് ആ വാഹനത്തിന്റെ ഉടമയേക്കാൾ കൂടുതൽ പരാതിയുണ്ട് ഇപ്പോൾ ഒരിക്കലും അത് കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തവർക്ക്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കണ്ടേ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? അവരിപ്പോൾ ഞാൻ കേട്ടു മെയ് 1 മുതൽ ട്രാഫിക് പരിഷ്കരണം വരാൻ പോകുന്നു.
എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ അതൊരാവശ്യമാണ്. പക്ഷേ സ്കൂൾ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് കുട്ടികൾ കൂടുതൽ ട്രാഫിക്, കാരണം കുട്ടികൾ ഈ ഹെൽമെറ്റൊക്കെ അത് പോകുന്നത് ഒരിക്കലും വേറെ നോക്കിയിട്ടില്ല. അവർ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്, മുടി ചീത്തയാവരുത്, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ? അതിനെ നമ്മൾ ആ സെൻസിൽ മനസ്സിലാക്കുക. അതൊരു ഒഫൻസ് ആണെന്ന് കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കുക. നമ്മളത് ക്ലിയർ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. കൃത്യമായ ബോധവൽക്കരണങ്ങൾ എല്ലാ ഇടങ്ങളിലൂടെയും നമ്മൾ കൃത്യമായി നടത്തുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നഗരസഭയുടെ ചെയർമാനായി കടന്നു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഉത്തരവാദിത്വം ആ വിഷയത്തിൽ കൂടുതലാണ്. എനിക്ക് കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ നാട്ടിലെ നിയമം പാലിക്കണമെന്നും ട്രാഫിക് വയലേഷൻ വരുത്തരുതെന്നും കൃത്യമായ റൂൾസ് നമ്മൾ പാലിക്കണമെന്നും ഇവിടെ ശുചിത്വ സംസ്കാരം ഉണ്ടാകണമെന്നും ഇവിടെ മാലിന്യം ആറ്റിലോട്ടും തോട്ടിലോട്ടും ഒരുപാട് വലിച്ചെറിയുന്ന ഒരു രീതിയുണ്ട്, മറ്റു പലയിടത്തും ഉണ്ട്. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്തരം കാര്യം ആ ഒരു രീതിയിലുള്ള ആളുകളുടെ എല്ലാ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിനെയൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലാണ്. അതിന് വേണ്ടിയിട്ട് മതത്തെ കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യാതൊരു കാര്യമില്ല, അത് ദുഷ്ടലാഭത്തോട് തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു കാര്യമുള്ളത്, കാരണം ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അവരൊക്കെ ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ഇത്തരം കുത്തിത്തിരിപ്പുകൾ വായിക്കുമ്പോൾ സ്വാഭാവികമായും ചില 1-2 കുട്ടികൾക്കെങ്കിലും തോന്നാം ഇതിലെന്തോ കാര്യമില്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങളെ കൂടി നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ക്യാമ്പയിൻസ് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലുമേ പൊതുവെ മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്, നന്മ കണ്ടാൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാറില്ല, ഒരിക്കലും ഇല്ല. ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും റെസ്ക്യൂ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ടീം നന്മക്കൂട്ടം, ടീം എമർജൻസി, ടീം റെസ്ക്യൂ ഫോഴ്സ്, ഈ 3 സന്നദ്ധ രക്ഷാപ്രവർത്തന സംഘടനകളിലൂടെ 100 കണക്കിന് ചെറുപ്പക്കാർ ഈ കേരളത്തിനകത്തും പുറത്തും ഉണ്ടായിട്ടുള്ള എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രളയം വന്നു, എത്രയോ പ്രശ്നങ്ങളിൽ, എത്രയോ വിഷയങ്ങളിൽ പ്രതിസന്ധി വന്നപ്പോഴത്തേക്കും ഓടിപ്പോയി താങ്ങായി അവർക്കെല്ലാം ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഈരാറ്റുപേട്ട മാത്രമല്ല, അങ്ങനെ ഒരുപാട് ചാരിറ്റിയും റെസ്ക്യൂവും ഒക്കെ നടക്കുന്ന നാടാണ്. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറയാം, കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ ചരിത്രപ്രസിദ്ധമായ അരുവിത്ര തിരുനാൾ നടന്നത്. ആ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്ര സഹകരിച്ചാൽ മുന്നോട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നൊരു കഥയുണ്ട്. അരുവിത്തുറ എന്നൊരു ബോർഡ് വെക്കാൻ പാടില്ല എന്ന് നഗരസഭയിലെ ഒരു തിട്ടൂരം ഉണ്ടായി മുൻപ് എപ്പോഴോ. അങ്ങനെ വെക്കാൻ പാടില്ല. അരുവിത്തുറ എന്നൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അരുവിത്തുറ സ്ഥലമാണ്, അങ്ങനെ ബോർഡ് വെക്കാൻ പാടില്ല ഈരാറ്റുപേട്ട. ഇത് മുമ്പ് ഇങ്ങനൊരു പ്രചരണത്തെ ഭയങ്കരമായി പലരും ഏറ്റെടുക്കുന്നുണ്ട്. അതറിയോ, ഈ നഗരസഭയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളുടെയും ബോർഡ് സ്ഥാപിക്കുന്നതിൽ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ സ്ഥലനാമം എന്ന നിലയിൽ ഈരാറ്റുപേട്ട എന്ന പേര് രേഖപ്പെടുത്തണമെന്ന് മുമ്പത്തെ ഒരു 2-3 ടൈം മുമ്പുള്ള പഞ്ചായത്ത് ഭരണസമിതി അന്ന് തീരുമാനമെടുത്തു. അത് ഈരാറ്റുപേട്ട എന്ന ഒരു നാമകരണം വരണമെന്നാണ്, അല്ലാതെ അരുവിത്ര വരണമെന്നോ അരുവിത്ര വരണ്ടെന്നോ ഈരാറ്റുപേട്ട വരണമെന്നുള്ളതല്ല. അവിടെ വേർതിരിവിൻ്റെ ഭാഗമായിട്ടല്ല വന്നത്. അത് അന്ന് ആ തീരുമാനം എടുത്തു. അതിപ്പം അതൊരു വലിയ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളൊന്നുമില്ല. അതൊരു പഞ്ചായത്ത് ഭരണസമിതി എടുത്തൊരു തീരുമാനമാണ്. അത് അന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി, അത് ഭാഗികമായി നടന്നു. പക്ഷെ അതൊരു ക്ലാരിറ്റി കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം നമ്മളിപ്പം സോഷ്യൽ മീഡിയസിലൊക്കെ ന്യൂസ് വരുമ്പോൾ ഒരു കറുകച്ചാൽ, കോട്ടയം കറുകച്ചാൽ എന്നാണ് പറയുക. അതേ പരിപാടിയാണ് ഇവിടെ നടന്നത്. ഈരാറ്റുപേട്ടയിലെ സബ്ബാണ് അതാണ് നടന്നത്. പക്ഷെ അത്ര ഒരു ക്ലാരിറ്റി അല്ല പ്രചരിക്കുന്ന വാർത്തകളിൽ എഴുത്തുകളിലും ഉള്ളത്. കാരണം അങ്ങനെ ഒരു പ്രദേശമായതുകൊണ്ടെന്നാണ് പറയുന്നത്. പ്രചരിപ്പിക്കുന്നതെല്ലാം നേരെ ചൊവ്വയുള്ളൊരു മൈൻഡോടുകൂടിയല്ലോ എന്ന് നമ്മൾ കരുതുമ്പോൾ ഇത് എത്തിക്കേണ്ടതുപോലെ എത്തിക്കാൻ അറിയാവുന്നവരാണല്ലോ ഇതിന്റെ മുന്നിലിരിക്കുന്നത്. അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ നേരത്തെ നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞ ഈ ഹാർമണി ഇല്ലാതാവും. ഈ നാടിനെ കുറിച്ച് ഡാമേജ് എഴുതിവിടുന്ന, സോഷ്യൽ മീഡിയയിൽ എഴുതിവിടുന്ന ആളുകളുടെയൊക്കെ പേഴ്സണലായിട്ട് അവരുടെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കും. ഇവർക്കെല്ലാം ഒറ്റ ബാക്ക്ഗ്രൗണ്ടാണ്, ഒരേ ബാക്ക്ഗ്രൗണ്ടാണ്. അതല്ലേ സത്യം. അതല്ലേ നമ്മൾ പഠിക്കേണ്ടത്. അല്ല, ഞാനിത് വായിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് നോക്കുമ്പോൾ ഒറ്റ. ഇവിടെ ഈരാറ്റുപേട്ടയിലെ വർഷങ്ങളായിട്ട് അധ്യാപകന് ജോലി ചെയ്തിരുന്ന മാത്യു മണ്ണാർക്കാട് സാർ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു നീണ്ട കുറിപ്പ് എഴുതിയിട്ടുണ്ടായി. ഈ നാടിൻ്റെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് നീണ്ടൊരു കുറിപ്പാണ്. എത്ര വൈകാരികമായിട്ട് ആ മാത്യു മണ്ണാർക്കാട് സാർ കുറിച്ച് എത്രയോ വിവിധ മത സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കമൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുള്ളതാണോ? ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഓഫൻസുകൾ ഏറ്റവും കുറവുള്ള നാടാണ് ഈരാറ്റുപേട്ട. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും വർഗീയപരമായിട്ടുള്ള ഒരു ലഹളയോ കലാപമോ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അതും പരിശോധിച്ചതാണ്. 92-ൽ പോലും
ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടില്ല. കാരണം ഈ 72% അതെ, അതെ. മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഇവിടെ 92 പോലും ഉണ്ടായില്ല. ഇല്ല. അപ്പൊ അതിനു മുമ്പ് ശേഷം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കമ്മ്യൂണൽ ഹാർമണിക്ക് തടസ്സമുള്ള ഒരു മൂവ്മെന്റ്സും ഒരു സ്പാർക്കും ഈ നാട്ടിൽ നിന്ന് പിന്നെ ഏതെങ്കിലും സംഘടനകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഇവിടെയുള്ള ആളുകളുടെ ഭാഗമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മളിങ്ങനെ ഓരോ വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ ഈ വർഗീയ ചീട്ടെടുത്ത് വെച്ചിട്ട് ഓരോരുത്തർ എന്താ പറയുക, രാഷ്ട്രീയ ലാഭം മാത്രമല്ല അതിനകത്ത് ഒക്കെ ഉള്ളിൽ ചില ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന വിഷമാണത്. ആ വിഷം ഇങ്ങനെ പുറത്തു വിടുന്നത്. അതിന്റെ അൾട്ടിമേറ്റ് എയിം രാഷ്ട്രീയ ലാഭമാണല്ലോ. അല്ലാതെ സ്വന്തം മതത്തിൽ ഇപ്പൊ ഏതൊരു മതസ്ഥനായാലും ഇപ്പം അവിടൊന്നും മതത്തോട് സ്നേഹം കാണാം. അതാണ് പറഞ്ഞത്. അവര് പലപ്പോഴും ഈ ഇതൊക്കെ കുത്തിയിളക്കുന്നത് മതത്തെ നന്നാക്കാനല്ല. ഏതെങ്കിലും മതം മറ്റൊരു മതത്തെ എഴുത്താൻ പറയുന്നുണ്ടോ? അവർക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അവരുടെ രാഷ്ട്രീയ ഭാവിയാണ് ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ശക്തമായ ഇത്തരത്തിൽ പരാമർശം നടത്തുന്ന ആളുകൾക്കെതിരെ നമ്മൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അത് നഗരസഭയുടെ ഉത്തരവാദിത്വമാണ്. അത് അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇതോടൊപ്പം താങ്കൾ പറയുന്ന രീതിയിൽ ഇവിടെ മറ്റു പല സ്ഥലങ്ങളിലും ചെയ്യുന്ന ഈരാറ്റുപേട്ട മാത്രമൊന്നുമല്ല, ട്രാഫിക് വയലേഷനുള്ള കുട്ടികളുണ്ട്. അവരെ അത് വളരെ മൈന്യൂട്ടാണ്. നിങ്ങളിപ്പം എവിടെ നിന്ന് ദൂരെ നിന്ന് വന്നവരാണ് ഈരാറ്റുപേട്ട പട്ടണത്തിൽ ഇറങ്ങി നോക്ക്. നിങ്ങളൊരു 20 പേരുടെ ലിസ്റ്റ് എടുക്കുക. അതിൽ 2 1 2 3 പേര് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുണ്ടായിരിക്കും എല്ലായിടത്തും പോലെ. ഇനിയിപ്പം കുറച്ച് 1 2 പേര് കൂടുതലാന്ന് കൂട്ടിക്കോ, അവർക്കെതിരെ പോലീസ് കേസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ എടുത്ത് പരിശോധിച്ച് സംസാരിക്കുക, പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണവും കാര്യങ്ങളുമായിട്ട് നമ്മൾ നഗരസഭാ ഭരണസമിതിയെ മുന്നോട്ട് പോകുന്നു. കിട്ടുന്ന വേദികളെല്ലാം ഈ നാട് നന്നാക്കാനെന്നുള്ള, നാടിന് എന്തെങ്കിലും ഡാമേജ്, ഓരോ പ്രദേശത്തിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാകും. ആ പോരായ്മകൾ പരിഹരിച്ചു പോകാനുള്ള ഒരു ശ്രമമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അല്ലാതെ ഇതിൻ്റെ പേരിൽ, ഈ കമ്മ്യൂണലിൻ്റെ പേരിൽ ഈ നാടിനെ ഒറ്റപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതെന്ത് വില കൊടുത്തും നമ്മൾ നേരിടും. ഇതൊരു ആത്മവിശ്വാസമുള്ള വാക്കുകളാണ്. ഈരാറ്റുപേട്ടയ്ക്ക് അതിൻ്റെതായ സംസ്കാരവും മതസാഹോദര്യത്തിൻ്റെ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ഉറവിടമായി എക്കാലത്തും നിലനിന്നിരുന്ന സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഇവിടെ ഇങ്ങനെ തന്നെ തുടരും. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും എന്തിനൊക്കെ ശ്രമിച്ചാലും എന്നാണ് നഗരസഭ ചെയർപേഴ്സൺ അഭിപ്രായപ്പെടുന്നത്. നമ്മളും അതിനോടൊപ്പമാണ്. ഒരു നാടും മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെടാനോ കലഹങ്ങളുടെ കേന്ദ്രമായി മാറാനോ പാടില്ല.